വർഷങ്ങളായി 100-150 വർഷം നമ്മുടെ സ്കൂള് പോലത്തെ മരം. സ്കൂളിനെ ഒരു മരമായിട്ട് കണ്ടാൽ നമ്മളെക്കാൾ എത്രയോ ഇവിടെയുള്ള ആൾക്കാരെക്കാളും നേരത്തെ പ്രസംഗത്തിൽ പറഞ്ഞു എത്രയോ പ്രായമുള്ള 149 വർഷമായിട്ട് നമ്മളെക്കാൾ മുമ്പ് തലയെടുപ്പോടുകൂടി കൈവേലിക്കലിന്റെ മുറ്റത്ത് തലയെടുപ്പോട് നിൽക്കുന്ന സ്കൂൾ. അതുപോലെ ആ കവിതയിൽ വില്യം ബെന്റിക്കിന്റെ കവിതയിൽ ഒരു മരമുണ്ട്. ആ മരത്തിൽ നിറയെ ഇലകളാണ്. നിറയെ ഇലകളുള്ള ആ മരത്തിൽ ഇലകൾ, പഴുത്ത ഇലകളുണ്ട്, പച്ച ഇലകളുണ്ട്. അപ്പൊ പഴുത്ത ഇല കൊഴിയാൻ പോവുകയാണ്. അപ്പോൾ പച്ച ഇല അവിടെയുണ്ട്. ഇപ്പം പച്ച ഇല സംസാരിക്കുകയാണ്. കാരണം ആലങ്കാരികമായിട്ട് കവിതയിൽ സംസാരിക്കും. അപ്പൊ കവിതയിൽ സംസാരിക്കുമ്പോൾ പച്ച ഇല പഴുത്ത ഇലയോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇവിടുന്ന് ഇപ്പം കൊഴിഞ്ഞു പോയാൽ എവിടത്തേക്കാണ് പോകുന്നത്? ടീച്ചറോടൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. അതേപോലെ തന്നെ നമ്മൾ പൂർവ്വ വിദ്യാർത്ഥികളോടൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്, ഇവിടുന്ന് പോയാൽ നിങ്ങൾ എവിടെ പോകുമെന്ന് പച്ച ഇല പഴുത്ത ഇലയോട് ചോദിക്കുകയാണ്. അപ്പൊ പഴുത്ത ഇല കുറച്ച് ആലോചിച്ചിട്ട് പറയാണ്, ഞാൻ ഇവിടുന്ന് കൊഴിഞ്ഞു വീഴും. ഈ മരത്തിൽ നിന്ന് ഞാൻ കൊഴിഞ്ഞു വീണാൽ ഞാൻ വേറെ എവിടെയല്ല പോകുന്നത്, ഞാൻ ഈ മര ചുവട്ടിൽ തന്നെ വീഴും. അവിടുന്ന് കുറെ ദിവസങ്ങൾ എടുത്ത് ഞാൻ അവിടെ നിന്ന് വളമായി മാറി ഞാൻ ഈ മരത്തിന്റെ വേരുകളിലൂടെ ഈ മരത്തിൽ തന്നെ എത്തും. എനിക്ക് വേറെ എവിടെയും പോകാനില്ല. നമ്മളൊക്കെ ഇലകളാണ്. ടീച്ചർ ഇന്ന് കൊഴിഞ്ഞു വീഴുന്ന ഇല ടീച്ചർ, നമ്മളൊക്കെ ഈ മരത്തിന്റെ, നമ്മുടെ പുത്തൂർ ഗവൺമെന്റ് LP സ്കൂളിന്റെ എന്ന് പറയുന്ന മരത്തിന്റെ വേരുകളിലൂടെ കുട്ടികൾക്ക് അറിവായും അതുപോലെ തന്നെ പഠനമായും മറ്റു കാര്യങ്ങളിലൂടെ നമ്മൾ ഈ സ്കൂളിനെ സംരക്ഷിച്ചു നിർത്തുന്ന ഇതിന്റെ കാമ്പായി ഈ സ്കൂളിൽ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ദീർഘമായ ഒരു പ്രസംഗം ഇവിടെ നടത്തുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പരിപാടികൾ, കലാവിരുന്ന്, കുട്ടികളുടെ കലാവിരുന്നൊക്കെ ഉണ്ട്. പ്രസംഗം മറ്റൊരു സന്ദർഭത്തിലാകാമെന്ന് അറിയിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഞാൻ എല്ലാവിധ ആശംസകളും ഈ പരിപാടിക്കും അതുപോലെ തന്നെ ഇവിടെ സന്നിഹിതരായവർക്കും എല്ലാവർക്കും ആശംസകൾ നേരുന്നു. സ്കൂളിന്റെ വിജയം അടുത്ത വർഷവും പരിപാടികൾ ഗംഭീരമായി വലിയ സദസ്സിൽ, വലിയ വേദിയിൽ വെച്ച് നടത്താൻ കഴിയട്ടെ എന്നുള്ള ആശംസ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.